അള്ളാഹുവിൻ്റെ അൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മഹത്തായ ഒരു ഇസ്മാണ് മുഹ്സി എന്നത്. ഇഹ്സാ എന്ന പദത്തിൽ നിന്നാണ് അതുണ്ടായത്. എല്ലാ വസ്തുക്കളെയും എല്ലാ നിലക്കും ക്ലിപ്തപ്പെടുത്തുന്നവൻ എന്നാണ് മുഹ്സി എന്ന വാക്കിൻ്റെ അർത്ഥം. പരിശുദ്ധമായ ഖുർആനിൽ ഈ ഇസ്മ് വന്നിട്ടില്ല. ഈ ഇസ്മിൻ്റെ അബ്ജദിയ്യത്ത് 148. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും വളരെ വിശദീകരണമായ നിലക്ക് തന്നെ അള്ളാഹു ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ഒരു ചെറിയ അണു പോലും അള്ളാഹുവിൻ്റെ മേലിൽ അവ്യക്തമല്ല. എല്ലാത്തിനെയും എണ്ണി തിട്ടപ്പെടുത്തിയവനാണ് അള്ളാഹു. എല്ലാത്തിനെയും മനഃപ്പാടമുള്ളവനാണ് അള്ളാഹു. അള്ളാഹുവിൻ്റെ അറിവിൽ സർവ വസ്തുക്കളും ഉണ്ട്. ഒരു ചെറിയ വസ്തുവോ വലിയ വസ്തുവോ അള്ളാഹുവിൻ്റെ അസലിയായ ഇൽമിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയില്ല. എല്ലാ വസ്തുക്കളുടെയും എണ്ണവും എല്ലാ വസ്തുക്കളുടെയും എല്ലാ നിലക്കുള്ള പരിധികളും അള്ളാഹു വളരെ വ്യക്തമായി അറിയുന്നവനാണ്. ഈ രൂപത്തിലൊക്കെ മഹത്തുക്കളായ ആളുകൾ മുഹ്സി എന്ന പദത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവാണ് അൽ മുഹ്സി. അള്ളാഹു മാത്രമാണ് എല്ലാം ക്ലിപ്തപ്പെടുത്തുന്നവൻ എന്ന ഒരു തിരിച്ചറിവിലേക്ക് ഒരു മനുഷ്യൻ എത്തിയാൽ അവൻ്റെ ജീവിതത്തിലെ ഒരു സന്ദർഭത്തിലും അവനിൽ അശ്രദ്ധ എന്ന് പറയുന്ന കാര്യം ഉണ്ടാവുകയില്ല. ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അശ്രദ്ധ എന്നത് വലിയ ഒരു പാപമാണ്. അശ്രദ്ധയെ ഒരു പാപമായി കാണുന്നവർ വളരെ കുറവാണെങ്കിലും അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ സൂഫിയാക്കൾ പഠിപ്പിക്കുന്നത് കാണാം, ഒരു മുഅ്മിനിൽ നിന്ന് സംഭവിക്കുന്ന ഏറ്റവും വലിയ തിന്മ അൽ ഗഫ്ലത്തു അനില്ലാഹി, സൃഷ്ടാവായ അള്ളാഹുവിനെ തൊട്ടുള്ള അശ്രദ്ധയാണ് എന്ന്. അപ്പോൾ അള്ളാഹു എല്ലാത്തിനെയും ക്ലിപ്തപ്പെടുത്തുന്നവനാണ് എന്ന ഒരു ബോധത്തിലേക്കൊരു മനുഷ്യനെത്തുമ്പോൾ അവനിൽ അശ്രദ്ധ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അവൻ ഓരോ സമയങ്ങളിലും ഓരോ ശ്വാസത്തിലും ഓരോ ചലനത്തിലും ഓരോ നിശ്ചലനത്തിലും അടക്കത്തിലും ഒതുക്കത്തിലും എല്ലാം അവൻ്റെ ശരീരത്തെ, അവൻ്റെ നഫ്സിനെ മുറാഖബയുള്ള നഫ്സാക്കി മാറ്റുന്നു. അള്ളാഹുവിൻ്റെ ആ ഒരു നോട്ടത്തിലാണ്, അള്ളാഹു തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു തിരിച്ചറിവ് അവന് ലഭിക്കുകയും എല്ലാം ക്ലിപ്തമായി അറിയുന്നവനാണ് അള്ളാഹു. ഏതൊരു ചെറിയ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കും അള്ളാഹു പ്രതിഫലം തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്നിലുണ്ടാകുന്ന വാക്കുകൾ, പ്രവർത്തികൾ, ചിന്തകൾ, വിശ്വാസങ്ങൾ, ഇത് എത്ര തന്നെ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയതാണെങ്കിലും അതൊക്കെ വളരെ ശ്രദ്ധയോടെ നിർവഹിക്കുകയും അതിനൊക്കെ എൻ്റെ റബ്ബ് പ്രതിഫലം തരുന്നതാണ്. വാക്കും പ്രവൃത്തിയും വിശ്വാസവും ചിന്തയും ഖൈറാണെങ്കിൽ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന പ്രതിഫലവും ഖൈറായിരിക്കും.
ഷർറാണെങ്കിൽ റബ്ബിൽ നിന്ന് കിട്ടുന്നത് ഷർറായിരിക്കുമെന്ന ഒരു ബോധത്തോടെയുള്ള ജീവിതം തീർച്ചയായും അവന് ജീവിക്കാൻ കഴിയും. മുഹ്സി എന്ന ഇസ്മുമായിട്ട് എങ്ങനെയാണ് താല്ലുക്ക് ആകേണ്ടത്? നമ്മളുടെ ഓരോ വിഷയങ്ങളിലും ഓരോ കൈകാര്യങ്ങളിലും നഫ്സിനെ വിചാരണ നടത്തുക. നമുക്ക് അല്ലാഹു വലിയ അനുഗ്രഹങ്ങളായി നൽകിയ 5 അറിവുകൾ, പഞ്ചേന്ദ്രിയങ്ങൾ, അതിനെ പരിപൂർണമായി സൂക്ഷിച്ചുകൊണ്ട് അതിനെ അല്ലാഹു അനുവദിച്ചതിൽ അല്ലെങ്കിൽ കൽപ്പിച്ചതിൽ മാത്രം വിനിയോഗിക്കുക. നമ്മുടെ ശ്വാസങ്ങൾ, എത്ര ശ്വാസങ്ങൾ അല്ലാഹു തആല എനിക്ക് നൽകുന്നു, ആ ശ്വാസങ്ങൾ എണ്ണിയാൽ തീരാത്ത അത്രയുണ്ട്. അതൊക്കെ റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ശുക്റായി, നന്ദിയായി ധാരാളം അമലുകൾ ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി അവന് സാധ്യമാകുന്ന അമലുകളൊക്കെ അവൻ ക്ലിപ്തപ്പെടുത്തി അതൊക്കെ ചെയ്യാനുള്ള ഒരു ശ്രമം അവനിൽ ഉണ്ടാവുക. ഇത് ഈ ഇസ്മുമായിട്ട് തഅല്ലുക്കാകുമ്പോൾ, ബന്ധമുണ്ടാകുമ്പോൾ തീർച്ചയായും അവനിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഈ ഇസ്മുമായിട്ട് സ്വഭാവം സിദ്ധിക്കൽ മഹത്തുക്കൾ പറയുന്നു, അല്ലാഹു തആല നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ നീ എണ്ണാൻ ശ്രമിക്കുക. അനുഗ്രഹങ്ങളെ എണ്ണുക അല്ലെങ്കിൽ എണ്ണിത്തീർക്കുക എന്നൊരിക്കലും നമുക്ക് സാധ്യമാകാത്ത കാര്യമാണ്. അപ്പം എണ്ണാൻ ശ്രമിക്കുക. റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി നമ്മൾ എണ്ണിക്കണക്കാക്കാൻ ശ്രമിക്കുകയും ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് ചെയ്തു തന്ന റബ്ബിന് ശുക്ർ ചെയ്യുന്നതിനെ തൊട്ട് താൻ വലിയ അശക്തനാണ് എന്ന ബോധത്തിലേക്ക് ആ മനുഷ്യൻ എത്തുകയും ചെയ്യുക. ഇതാണ് ഈ ഇസ്മു കൊണ്ടുള്ള തഖല്ലുഖ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അതൊരിക്കലും എണ്ണിയാൽ ഒരു നിലക്കും ഇഹ്സാ ചെയ്യാൻ, ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല. അള്ളാഹ് നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹ്ക്ക് ക്ലിപ്തപ്പെടുത്താൻ കഴിയും. പക്ഷേ ആ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന, ആ അനുഗ്രഹങ്ങൾ കൊണ്ട് സന്തോഷിക്കുന്ന നമുക്ക് ആ അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തി അതുകൊണ്ട് സ്വഭാവം സിദ്ധിക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ഇബാദത്തുകൾ, നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ, നമ്മൾ ചെയ്യുന്ന തിന്മകൾ, നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങൾ, നമ്മൾ ഓരോ ദിവസവും നേടിയെടുക്കുന്ന വിഷയങ്ങൾ, ഇതൊക്കെ എണ്ണിത്തിട്ടപ്പെടുത്തുക കൂടി ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മളുടെ ജീവിതം മനോഹരമാക്കാൻ നമുക്ക് സാധിക്കും. നാം ഒരു ദിവസത്തിൽ ചെയ്ത നന്മകൾ, ഒരു ദിവസത്തിൽ നാം ഓതിയ ഖുർആനിലെ പേജുകൾ, നാം ചൊല്ലിയ ദിക്റുകൾ, അത് നമ്മൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, എന്നിട്ട് നാം ഓതിയതിനെയും ചൊല്ലിയതിനെയും മുൻഗാമികളായ മഹത്തുക്കളുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ ഒന്നുമല്ല, പൂജ്യം എന്ന് പറയാനും പറ്റാത്ത ഒരവസ്ഥയിൽ അതിൻ്റെയും താഴെയാണ് എന്ന ആ ഒരു ഉത്തമ ബോധ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. പരിശുദ്ധമായ ഖുർആനിലെ അല്പം പേജുകൾ ഓതുമ്പോഴേക്ക് തന്നെ ഞാൻ വലിയ ഓത്തുകാരനാണ്, ഖുർആനുമായി എനിക്ക് വലിയ ബന്ധമാണ് എന്ന അഹന്തയുടെ ചിന്ത ഉള്ളിലേക്ക് കയറി വരാറുള്ള നമ്മളുടെ മദ്ഹബിൻ്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ
ചരിത്രത്തിലേക്ക് നമ്മളുടെ ഓത്തിനെ ഒന്ന് തുലനം ചെയ്യുക. ഇമാം ഷാഫിഈ തങ്ങൾ റമളാൻ അല്ലാത്ത മറ്റു 11 മാസക്കാലവും ഓരോ ദിവസവും ഒരു ഖത്മ് വെച്ച് ഓതാറുണ്ട്. റമളാൻ മാസത്തിൽ ഓരോ ദിവസവും 2 ഖത്മുകൾ വീതം ഓതാറുണ്ട്. നമ്മളുടെ ഇന്ത്യയുടെ സുൽത്താനുൽ ഹിന്ദ് ഖ്വാജ മുഈനുദ്ദീനുൽ ചിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ ജീവിതത്തിൽ ഓരോ ദിവസവും 2 ഖത്മ് വീതം ഓതാറുണ്ടായിരുന്നു എന്ന് അവിടുത്തെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം അവരിലേക്ക് ചേർത്തി നോക്കിയിട്ട് നമ്മൾ ഓതുന്ന ഖുർആനിനെ നാം വിലയിരുത്തുമ്പോൾ തീർച്ചയായും ഇനിയും നമ്മൾ ഒരുപാട് ഓതേണ്ടതുണ്ട് എന്ന ചിന്താഗതിയിലേക്ക് വളരാൻ സാധിക്കും. നമ്മുടെ ദിക്റുകളുടെ എണ്ണം നമ്മൾ ഓരോ ദിവസവും ക്ലിപ്തപ്പെടുത്തുകയും മുൻഗാമികൾ ചൊല്ലിയിരുന്ന ആ ദിക്റിൻ്റെ എണ്ണത്തിലേക്ക് അതിനെ തുലനം ചെയ്യുകയും ചെയ്യുമ്പോൾ നാം അവരിലേക്ക് ചേർത്തി നോക്കുമ്പോൾ 0 എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിൻ്റെയും താഴെയുള്ള അവസ്ഥയിലാണ് എന്ന ഉത്തമ ബോധ്യത്തിലേക്ക് നമുക്കെത്താൻ കഴിയും. എന്നിട്ട് കൂടുതൽ പരിശ്രമിക്കാനും കൂടുതൽ ദിക്റുകളും സ്വലാത്തുകളുമൊക്കെ ചൊല്ലാനും നമുക്ക് ഒരു പോസിറ്റീവായ ആ ഒരു ചിന്താഗതി ഉണ്ടാകാനും അത് സഹായകമാകും. അതേപോലെ തന്നെ തിന്മകൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന, പറയുന്ന, ചിന്തിക്കുന്ന തിന്മകൾ ഇഹ്സാ ചെയ്താൽ, ക്ലിപ്തപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ ഗൗരവവും അത് കാരണമായി അള്ളാഹുവിൽ നിന്ന് നമ്മൾ നേരിടേണ്ടി വരുന്ന ഹിസാബും അള്ളാഹുവിൻ്റെ അദാബുമൊക്കെ ഓർത്ത് തീർച്ചയായും നമുക്ക് ആ പാപങ്ങളെ ചുരുക്കിക്കൊണ്ടുവരാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഇസ്മിൻ്റെ പ്രത്യേകതയായി മഹത്തുക്കൾ പറയുന്നത് ഹൃദയങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്നാണ്. മുഹ്സി എന്ന ഇസ്മിനെ അതിൻ്റെ അബ്ജദീയത്ത് പ്രകാരം ചൊല്ലുമ്പോൾ തീർച്ചയായും കൽബുകളെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെത്തും. അതുപോലെ തന്നെ അള്ളാഹു എപ്പോഴും എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ആ ഒരു ബോധത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. നമ്മൾ പല സ്ഥാപനങ്ങളിലും ചെല്ലുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്ന ബോർഡ് കാണുമ്പോൾ അരുതാത്ത കാര്യങ്ങൾ നമ്മളവിടെ ചെയ്യാറില്ല. കാരണം നമുക്കറിയാം, നാം എന്തെങ്കിലും അരുതായ്മകൾ ചെയ്താൽ ആ ക്യാമറ കണ്ണുകൾ അത് ഒപ്പിയെടുക്കും. അത് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് കേടായിട്ട് തെളിവാകും എന്ന ഒരു ബോധമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അരുതായ്മകളിൽ നിന്ന് അകന്ന് നിൽക്കുന്നുണ്ട് എങ്കിൽ എപ്പോഴും റബ്ബിൻ്റെ നിരീക്ഷണത്തിൽ ജീവിക്കുന്ന നമ്മൾ, ആ റബ്ബ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ക്ലിപ്തപ്പെടുത്തുന്നു എന്ന ഒരു ബോധം നമ്മിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അരുതായ്മകളിൽ നിന്ന് നമുക്ക് അകലാൻ കഴിയും. അതേപോലെ തന്നെ ഈ ഇസ്മിനെ കൂടുതലായി ചൊല്ലിയാൽ മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, പ്രകൃതി ദുരന്തങ്ങൾ പോലെയുള്ള ദുരന്തങ്ങൾ അതില്ലാതെയാകാൻ, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാൻ, കൊടുങ്കാറ്റ്, ശക്തമായ മഴ പോലെയുള്ള ദുരന്തങ്ങളിൽ നിന്നൊക്കെ സലാമത്ത് ലഭിക്കാനൊക്കെ ഈ ഇസ്മ സഹായകമാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ.